ഇതെല്ലാം കണക്കിലെടുത്തുള്ള ഒരു സഹായങ്ങളെ ലഭിക്കാൻ വേണ്ടി ഉള്ള നിയമാനുസൃതമായ പദ്ധതികൾ ആരംഭം കുറിച്ചത് ഒരു കൊല്ലത്തിലേറെയായി അതിനുള്ള ശ്രമങ്ങൾ നടത്തിയായിരുന്നു. അതിൻ്റെതായ നിയമ നടപടികൾ എല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ നമുക്ക് ദൈവകൃപാവിൻ്റെ വാഗ്ദാനമനുസരിച്ച് അവിടുത്തെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വിളിച്ച ഇടയിൽ അത് ജനത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥനാപൂർവമാണ് നമ്മൾ കാത്തിരുന്നത്. നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ വലിയ പരിപാലനയിൽ ഒത്തുചേർന്ന് അങ്ങനെ ഒരു ഇടയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അത് ഈ കത്തീഡ്രൽ ഇടവയിൽ തന്നെയുള്ള കത്തീഡ്രൽ ഇടവയിലെ ഇടയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമാണ് ടോമി പറയുന്നത്. കൊച്ചി പിതാവ് ഇടവക്കാരനാണ്. അങ്ങനെ രണ്ടാമതൊരു കൊച്ചി പിതാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അങ്ങനെ നമുക്ക് ഈ ഇടവയിൽ നിന്ന് ഇടവയിൽ നിന്ന് രണ്ടാമത്തെ പ്രധാനമാണ്. അതും ഇടവയ്ക്ക് തീർച്ചയായിട്ടും ഇടവയ്ക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രതിപ്രകാരമുള്ള അവസരവുമാണ്. ഒരു പ്രധാന ശിഷ്യന്മാർ നിൽക്കാറില്ല. അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയോഗമാണ്. ഓരോ പ്രധാനം ദൈവത്താൽ നിയമിക്കപ്പെടുമെന്നാണ് സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സമൂഹ മൊത്തത്തിൽ ദൈവത്തെ പ്രതിദാനം ചെയ്യുന്നതായിട്ടാണ് ആദ്യകാലഘട്ടത്തിൻ്റെ സഭ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയുടെ അടയാളമാണ്. ദൈവം തൻ്റെ ജനത്തെ എപ്പോഴും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അനുഭവിക്കപ്പെടുന്നത്. സംബന്ധിച്ചിടത്തോളം ദൈവത്തെ നയിക്കുകയും പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുവാനുള്ള നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോൾ തന്നെയല്ല ചെയ്യുക, വൈദിക സമൂഹത്തോട് ചേർന്നാണ്, വൈദിക സമൂഹത്തിൻ്റെ സമയം കൂടിയാണ് നിർവഹിക്കുക. പക്ഷേ ഉത്തരവാദിത്വം പ്രാണില്ല. ഏൽപ്പിക്കപ്പെടുന്ന ദൈവജനത്തിൻ്റെ ദൈവത്തെ നയിക്കുകയും പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം കർത്താവിന് വേണ്ടി നിർവഹിക്കപ്പെടുന്നതാണ്. അതിനുള്ള അറിവ് വേണം. വിശേഷത്തോളം ആളുകൊണ്ട് ഒരു പഠനപരാതി നടത്തി ഡോക്ടറേറ്റ് ബിരുദമൊക്കെ നേടിയ ആളാണ്, PhD നേടിയ ആളാണ്. അങ്ങനെ അതുകൊണ്ട് ആ അറിവ് അദ്ദേഹം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വളരെ നന്നായിട്ട് നിയോഗിക്കുക അതിൻ്റെതായ ഫലം സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്. വൈദികർക്ക് സന്യസ്തർക്ക് സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ വൈദികരെ നിയുക്ത സഹായിപ്പിതാവ് ബാക്കി സഹായിപ്പിതാവിനെ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുന്നത് റോമിൽ വെച്ച്. റോമിൽ പഠിക്കാൻ വന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എംബസികളിൽ നിന്ന് റോമിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് സഹായിപ്പിതാവിനെ കാണുമ്പോൾ എല്ലാവരും സ്നേഹപൂർവ്വവും സന്തോഷത്തോടു കൂടിയും ആരെയും ആകർഷിക്കുന്ന രീതിയിൽ ഒരു പെരുമാറ്റമാണ് എനിക്ക് അവിടെ അനുഭവപ്പെട്ടത്. അങ്ങനെ ഞാൻ നോട്ടമിട്ടത് ചങ്ങനാശ്ശേരി വിപുലമായ ചങ്ങനാശ്ശേരിയുടെ അജപാലന ദൗത്യത്തിൽ അഭിമന്യ പിതാവിനെ സഹായിക്കാനായിട്ട്
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാവരെയും സമർത്ഥമായി നൽകി. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,